250 ദർഹം എന്ന് പറഞ്ഞാൽ 5000 റുപ്പിയ ഏകദേശം മാറ്റിവെച്ച് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങിയ ആളാണ്. ആ വ്യക്തി എൻ്റെ റേഡിയോ പ്രോഗ്രാമിൽ ഒരിക്കൽ വിളിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ 70,000 റുപ്പിയ പ്രതിമാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അയച്ചു തന്നു. എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സാധിച്ചു എന്നുള്ളത്. പക്ഷേ ഇതൊരു നീണ്ട പ്രോസസ്സായിരുന്നു. ഇദ്ദേഹം മാറ്റിവെക്കുകയും അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ശീലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനിൽ കാര്യമായ മാറ്റം വന്നു. അദ്ദേഹത്തിന് പല പല ആഗ്രഹങ്ങളും പല പല ലക്ഷ്യങ്ങളും വന്നു. നമുക്കെല്ലാവർക്കും വേണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു പ്ലാനിങ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന്, ആ ശമ്പളം കിട്ടിയിൽ നിന്ന് ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നോക്കൽ തുടങ്ങി. എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചെയ്യുന്ന ജോലി തന്നെ കൂടുതൽ ശ്രദ്ധയോടും കൂടുതൽ കമ്പനിക്ക് ഈ വ്യക്തി ഞങ്ങളുടെ ഒരു അസറ്റാണ് തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ശമ്പളം കൂട്ടി കിട്ടി. പിന്നീട് അദ്ദേഹം ചെയ്യുന്ന മേഖലയിൽ കുറേ സ്കില്ലുണ്ടായാൽ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ചില കാര്യങ്ങൾ സ്വന്തം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പഠനത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക ഒരു സെഗ്മെൻറ്റിൻ്റെ ഇൻചാർജായി അദ്ദേഹത്തിന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും ശമ്പളം കൂടി. അങ്ങനെ ചെയ്തപ്പോഴാണ് വെറും 250 പ്രതിമാസം മാറ്റിവെച്ച വ്യക്തിക്ക് 70,000 പ്രതിമാസം മാറ്റിവെക്കാനുള്ള എബിലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞത്. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ അടുത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ 1500 ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ന് തിരിച്ചു പോയിട്ട് 50,000 റുപ്പിയ പ്രതിമാസം SWP മേടിക്കുന്ന വ്യക്തികളുണ്ട്. നാട്ടിൽ 60 വയസ്സായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ആ എമൗണ്ടിൽ നിന്ന് മാസം അവർക്ക് മാത്രമല്ല അവരുടെ മക്കളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഒതുങ്ങാവുന്ന അത്ര 50,000 റുപ്പിയ തിരിച്ചെടുക്കാനുള്ള എബിലിറ്റി അവർക്കുണ്ടായിത്തീർന്നു. ഇത് അസാധ്യമായ കാര്യമല്ല.